ഹലോ ഗായ്സ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇനി ഇത് ലോങ് വീഡിയോ, രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നോയൽ കേസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലും വരും, അതേപോലെ യൂട്യൂബില് JPG ക്രിയേഷനിലും വരും. JPG ക്രിയേഷനിൽ വരുന്നതിന്റെ ലോങ് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അത് JPG ക്രിയേഷൻ്റെ അക്കൗണ്ട് അല്ല, നോയൽ കേസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള ഡൗട്ട് ഉണ്ട്, എന്നാൽ ഏതൊരു അക്കൗണ്ടിലും വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് സെൽഫി സ്റ്റിക്ക് ആണ്. സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ഫോൺ സ്റ്റാൻഡ്, ട്രൈപോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പം എല്ലാം വ്ളോഗർമാരുടെ എണ്ണവും അതേപോലെ വീഡിയോ എടുക്കുന്നവരുടെ എണ്ണമൊക്കെ കൂടി വരുമല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു സാധനമാണ് അന്നേരം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ട്രൈപോഡ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഗിംബലൊക്കെ കിട്ടുന്നുണ്ട്. ഗിംബലിലൊക്കെ നല്ല പൈസ ഇല്ല. അപ്പോൾ ഒരു നല്ല ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള അന്നേരം അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ട്രൈപോഡാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ ട്രൈപോഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് എൻ്റെ മുന്നിൽ വന്ന് പെടുന്നത്. അപ്പോൾ ഇതെനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു. സാധനം നല്ല ഹെവിയാണ്, ഉപയോഗിക്കാനും കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചെടുക്കാനും ക്യാരി ചെയ്യാനാണെങ്കിലും നല്ലതാണ്. പിന്നെ യൂസ് ചെയ്യാൻ ഇതിന് കുറച്ച് നല്ല ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന പോലും എൻ്റെ സ്റ്റാൻഡിലാണ്. ഓക്കെ, ഇതിപ്പോൾ അതിൻ്റെ റിമോട്ടാണ്. ആ റിമോട്ടിൽ പോസ് ചെയ്യാം. നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പോസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സാധനം നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ വാ. എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചൊക്കെ എടുക്കണ്ടേ. ഇങ്ങനെയൊക്കെ പിടിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഇത്രയും ഒരു ആംഗിളിൽ കിട്ടൂല, ഒരു മര്യാദയ്ക്ക് ഇരിക്കത്തുമില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ച് ചിലപ്പോൾ ഷെയ്ക്ക് ആവും. അല്ലെങ്കിൽ അങ്ങനെ ഷെയ്ക്ക് ആക്കാതിരിക്കാൻ വേണ്ടി ഗിംബൽ വേണം. അതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ ട്രൈപോഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റാൻഡ് വേണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് സാധനം. ഇത് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഇതിന് കുറച്ച് കളറുകൾ വരുന്നുണ്ട്, പക്ഷെ എന്നാൽ ഞാൻ ബ്ലാക്കേ പ്രിഫർ ചെയ്യുള്ളൂ. ബ്ലാക്കാണ് അടിപൊളി. അപ്പോൾ നമുക്കിത് തുറക്കാം. ഇതിനകത്ത് യൂസർ മാനുവൽ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇത് ചൈനീസ് സാധനം ആയതുകൊണ്ട് ചൈനയിൽ എഴുതിയേക്കുന്നത്. ഇതാണ് സാധനം. കണ്ടോ, കാണാൻ ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങോട്ട് ആക്കാം. നമുക്കിവിടെ ടൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫോൺ ഹോൾഡ് ചെയ്യാൻ ഇതാ ഇവിടെയാണ് വരുന്നത്. കണ്ടോ, ഇവിടെയാണ് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഏകദേശം തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്, അതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. പിന്നെ കണ്ടോ മേളിൽ ഫോൺ വെച്ച് നല്ല ഹൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഫോൺ കീപ്പ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഫോണൊക്കെ ഹോൾഡ് ചെയ്യാം ഈ സാധനത്തിൻ്റെ. പിന്നെ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് ഇങ്ങനെ പിടിച്ച് എടുക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചെടുക്കാം കേട്ടോ ഫോണ്. എക്സാമ്പിളായിട്ട് കാണിച്ചത് ഇതിപ്പോൾ എൻ്റെ ഫോൺ തന്നെ. നമുക്ക് ഫോൺ വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടെ ടൈറ്റ് ആക്കാം. വീഡിയോ നമുക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ അല്ല, നമുക്ക് പോർട്രേറ്റിലാണ് എടുക്കണമെങ്കിൽ പോർട്രേറ്റിൽ ഇങ്ങനെ എടുക്കുക, വീഡിയോ എടുക്കുകയും ചെയ്യാം. ഇത് ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണ് സാധനം എന്തായാലും. പിന്നെ ഇവിടെ റിമോട്ട് വരുന്നുണ്ട്. ഈ റിമോട്ട് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. ഇതാണ് സാധനം ശരിക്കും പറഞ്ഞാൽ. ഇത് നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് നമ്മൾ ഇത് ഓണായി ഇങ്ങനെ ഞെക്കി അതിനിടയിൽ കാണിച്ചാൽ നമ്മളതൊക്കെ ഇത് ഉപയോഗിക്കുന്നതിന് ഇതിൻ്റെ ട്രൈപോഡിൻ്റെ റിമോട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റും. പിന്നെ ഇത് നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് കത്തും, നേരത്തെ കണ്ട പോലെ തന്നെ. ആ ബ്ലൂ ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് സെൽഫി എന്ന് പറഞ്ഞ സാധനം കാണിക്കും. ആ സാധനം വെച്ച് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞൊരു ആദ്യം തന്നെ. പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് ഞാനിവിടെ കൊടുക്കുന്നത്, നിങ്ങൾക്ക് തരുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറി ചെയ്യാം, നോ ഇഷ്യൂസ്. പിന്നെ റേറ്റും വ്യത്യാസമുണ്ട്. നമ്മുടെ ഫ്ലിപ്കാർട്ട് പോലെ സൈറ്റുകളിലാണെങ്കിൽ ഇതിന് 500 ചില്ലറ രൂപയുണ്ട്. 500 ചില്ലറ രൂപ. ഞാനിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 499 രൂപയ്ക്കാണ്. പിന്നെ കൂടുതൽ 3 പീസ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ അടിയിൽ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനകത്ത് വന്ന് ബൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം, വാട്സപ്പ് ലിങ്ക് ഒക്കെ വെച്ചേക്കാം.
അപ്പോൾ ഇനി ഇതുപോലത്തെ ഓരോ ഐറ്റംസ് വരുമ്പോഴും വീഡിയോകളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കെങ്കിലും അത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയാണ് എൻ്റെ പോളിസി. അപ്പോൾ ബൈ.